കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കായി സംഗമം സംഘടിപ്പിച്ചു. പദ്ധതിയുടെ ഭാഗമായി എഗ്രിമെന്റ് വെച്ച 584 ഗുണഭോക്താക്കളിൽ ബാക്കി തുക ലഭിക്കാനുള്ള 380 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സംഗമം നടത്തിയത്. വണ്ടൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എ.പി. അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം തെരഞ്ഞെടുത്ത് വീട് പണി ആരംഭിക്കേണ്ടവരാണ് നിങ്ങളൊക്കെ. ഇതുമായി ബന്ധപ്പെട്ട തുക വ്യത്യസ്ത ഘടകങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാവുക. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു 1,60,000 രൂപ ലഭ്യമാകുന്നവരുണ്ട്, അതല്ലാതെ ലഭിക്കുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും പണി പൂർത്തീകരിക്കുന്നതോടുകൂടി ഈ തുക മുഴുവനായിട്ട് ലഭ്യമാണ്. നമുക്കറിയാം, ഇത് ഗ്രാമപഞ്ചായത്ത്, അതുപോലെ ജില്ലാ പഞ്ചായത്തിന്റെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിഹിതം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ 1,00,000 രൂപയുടെ വിഹിതമുണ്ട്. ബാക്കി പഞ്ചായത്ത് തന്നെ ലോൺ എടുത്താണ് ഈ ഒരു പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നത്. അതുപോലെ നമുക്കറിയാം, 4 ലക്ഷം എന്ന് പറയുമ്പോൾ അത് വളരെ ചെറിയ തുകയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഒരു വീട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ സാധനങ്ങളിലും വില വർദ്ധിക്കുന്ന ഒരു കാര്യം. നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി തുക ലഭിക്കാൻ ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും ഉറപ്പാക്കുകയായിരുന്നു സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം. പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. ഷംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ. അമൃത, വൈസ് പ്രസിഡന്റ് അജ്ന സിയാദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി.ടി. ഷാഹുൽ ഹമീദ്, നിഷ കെ. മാധവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിറാജ് തുള്ളിശ്ശേരി, സി.ടി. ചെറി, ടി. ഉമ്മർകുട്ടി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, വിഇഒ സ്വപ്ന തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.